ഹരേ കൃഷ്ണ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വംശീവിഭൂഷിതകരാൻ നവനീരദാഭാത് പീതാംബരാദരുണബിംബ ഫലാധരോഷ്ഠാത് പൂർണേന്ദുസുന്ദരമുഖാത് അരവിന്ദനേത്രാത് കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീമന്നാരായണീയം ദശകം 100. ഇതിൽ ഭഗവാന്റെ കേശാദിപാദ വർണ്ണനം ചെയ്യുന്നു. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ആ ശ്രീമന്നാരായണീയത്തിൽ 2ാമത്തെ ദശകത്തിൽ ആ ഭഗവാന്റെ സ്വരൂപവർണ്ണനം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് മനസ്സിൽ തെളിഞ്ഞ ആ സൗന്ദര്യമാർന്ന ആ അവർണ്ണനീയമായിരിക്കുന്ന ആ ഗുരുവായൂരിലെ വിഗ്രഹത്തെ വീണ്ടും വീണ്ടും ദർശിച്ച് ആ സൂര്യസ്പർദ്ധി കിരീടമൂർധതിലക പ്രോത്ഭാസി ഫാലാന്തരം എന്ന് തുടങ്ങിയിട്ടുള്ള ശ്ലോകത്തിലൂടെ ആ ഭഗവാന്റെ മനോഹരമായിരിക്കുന്ന സ്വരൂപത്തെ വർണ്ണിക്കുന്നു. ഇവിടെ 100ാമത്തെ ദശകത്തിൽ ആ ഭഗവാന്റെ കേശം തുടങ്ങി പാദം വരെയുള്ള കേശാദിപാദ വർണ്ണന, വേണുഗാനസ്വരൂപനായിരിക്കുന്ന ഭഗവാനെയാണ് വർണ്ണിക്കുന്നത്. അപ്പോൾ ഇതിലെ ആദ്യത്തെ ശ്ലോകം അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായാവലീലോഭനീയം. മുമ്പിലായിട്ട് ആ ഭഗവാന്റെ ആ ദിവ്യമായിരിക്കുന്ന കിശോരവേഷത്തെ ആ ശ്രീലകത്ത് നിന്നും കാണുകയാണ്, തേജസ്സാർന്ന് കാണുകയാണ്. അഗ്രേ പശ്യാമി തേജോ നിബിഡതര കലായാവലി ലോഭനീയം പീയൂഷാപ്ലാവിദോഹം. അപ്പോൾ അതിന് കാണുമ്പോൾ ആ ഭഗവാന്റെ ദിവ്യമായിരിക്കുന്ന ആ നവയൗവനം തുടിക്കണ മനോഹരമായിരിക്കുന്ന സ്വരൂപം കാണുമ്പോൾ പീയൂഷാപ്ലാവിദോഹം, ആ ഭട്ടതിരിപ്പാട് ആ ഭക്തൻ പരമഭക്തൻ പീയൂഷാപ്ലാവിദോഹം അമൃത ആനന്ദരസം അനുഭവിക്കുകയാണ് ചെയ്യണത്. തദുദരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം. ആ യൗവനം അങ്ങനെ ആരംഭിക്കുന്നതായിരിക്കുന്ന ആ പരമരമ്യം ആയിരിക്കുന്ന സ്വരൂപമാണ്. അത് ആ പരമ സുഖരസത്തെ തരുന്നതാണ്. അതിനെ ആസ്വദിച്ചിട്ട് അങ്ങനെ അംഗങ്ങളെല്ലാം രോമാഞ്ചിതം ആയിട്ട് ഉള്ള ആ നാരദാദിമുനിമാർ, അതുപോലെ ആ ഉപനിഷത്ത് സുന്ദരികൾ ഇവരൊക്കെ അങ്ങനെ ചുറ്റും നിന്നുകൊണ്ടുള്ള ആ തേജസ്സാർന്ന ആ ദിവ്യമായിരിക്കുന്ന ആ കിശോര വേഷത്തെയാണ് ആദ്യമായിട്ട് ആ ഭട്ടതിരിപ്പാട് അവിടെ കാണുന്നത്. ആ കാഴ്ച കണ്ട അദ്ദേഹം ആനന്ദാമൃതസാഗരത്തിൽ ആറാടണമെന്ന് പറയുന്നു. അവിടെ ആ പ്രഭാമണ്ഡലത്തിൻ്റെ നടുവിലായിട്ട് ആണ് ആ നവയൗവനം തുടിക്കുന്ന ആ മനോഹരമായിരിക്കുന്ന ആ കിശോരവേഷമൂർത്തിയെ കാണുന്നത്. അദ്ദേഹത്തിന് ചുറ്റുമായിട്ട് ആ രോമാഞ്ചം പൂണ്ട അംഗങ്ങളോട് കൂടിയിട്ട് ആ പരമസുഖരസത്തെ അനുഭവിക്കുന്ന ആ നാരദാദി മഹർഷീശ്വരന്മാരെയും ഉപനിഷത്ത് സുന്ദരിമാരെയും നിറഞ്ഞു കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ പ്രഭാമണ്ഡലം ആ ജ്ഞാനത്തിൻ്റെ ആ അവസ്ഥയെ കാണിക്കുന്നു. അതുപോലെ ആ ശ്രീനാരദ മഹർഷി തുടങ്ങിയിരിക്കുന്ന ഭക്തന്മാർ ഭക്തിയുടെ ആ പാരമ്യതയെ അവിടെ കാണിക്കുന്നു, ശ്രേഷ്ഠതയെ അവിടെ കാണിക്കുന്നു. അതുപോലെ ഉപനിഷത്ത് സുന്ദരിമാർ ചുറ്റും നിറഞ്ഞിരിക്കുന്നുണ്ടെന്ന് പറയുന്നത്, അതായത് പരമമായിരിക്കുന്ന ജ്ഞാനത്തിൻ്റെ ആ അവസ്ഥയെ, ആ ശ്രേഷ്ഠതയെ അവിടെ വർണ്ണിക്കുന്നു. അപ്പോൾ ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും ശ്രേഷ്ഠതയാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ അങ്ങനെ വിളിച്ചോതുന്നത്. 2ാമത്തെ ശ്ലോകത്തിൽ നീലാഭം കുഞ്ചിതാഗ്രം ഘനമമലതരം സംയതം ചാരുഭംഗ്യ രത്നോത്തം സാഭിരാമം വലയിതമുദയചന്ദ്രഗൈ പിഞ്ചജാലൈ മന്ദാരസ്രംനിവീതം തവ പൃഥുകബരീഭാരമാലോകയേകം
സ്നിഗ്ധശ്വേതോർധ്വപുണ്ട്രാം അപി ച സുലളിതാം ഫാലബാലെന്ദുവീഥിം. രണ്ടാമത്തെ ശ്ലോകത്തിൽ ആ ഭഗവാന്റെ ആ കബരീഭാരത്തെ, അതിൻ്റെ ആ മനോഹാരിതയെ വർണ്ണിക്കണു. അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ ഗോപിക്കുറിയെ വർണ്ണിക്കണു. ആ നെറ്റിത്തടത്തിൽ അങ്ങനെ അണിഞ്ഞിരിക്കുന്ന ഗോപിക്കുറിയുടെ ഭംഗിയെ വർണ്ണിക്കണു. നീലാഭം കുഞ്ചിതാഗ്രം, നല്ല ആ നീല നിറത്തിലെ ചുരുണ്ട അറ്റങ്ങളോട് കൂടിയതും ഘനം അമലതരം, തിങ്ങി വളരുന്നതും അതുപോലെ അഴുക്കില്ലാത്തതും. ചാരുഭംഗ്യാ സംയതം, അതിമനോഹരമായിട്ട് ഒതുക്കി വെച്ചിട്ടുള്ളതും. രത്നോത്തം സാഭിരാമം, രത്നം പതിച്ച ആ കിരീടത്താൽ മനോഹരമായിട്ട് അലങ്കരിച്ചതും. ഉദിച്ചുയരണ ചന്ദ്രനെപ്പോലെ പീലിക്കണ്ണുകൾ ഉള്ളതും. മയിൽപ്പീലികൾ ചുറ്റും തിരുകി മന്ദാരമാല വട്ടത്തിൽ കെട്ടിവെച്ചിട്ടുള്ളത്. ഉദയചന്ദ്രഗൈഹി പിംഛജാലൈഹി വലയിതം മന്ദാരസ്രംനിവീതം. അങ്ങനെയൊക്കെയുള്ള ആ അങ്ങയുടെ ഇടതിങ്ങിയിരിക്കുന്ന കേശഭാരത്തെ ഞാനിതാ കാണുന്നു. തവ പൃഥു കബരീഭാരം അഹം ആലോകയേ. അതുകൂടാതെ അപിച്ച സ്നിഗ്ധശ്വേതോർധ്വപൂണ്ട്രാം, നല്ല ആ മിനുമിനുസം ഉള്ളതായിരിക്കുന്ന വെളുത്ത നിറമുള്ളതും ആ മുകളിലേക്ക് നോക്കി അണിഞ്ഞിരിക്കുന്നതും ആയിരിക്കുന്ന ആ ഗോപിക്കുറി. സുലളിതാം, വളരെ മനോഹരമായതും. ഫാലബാലെന്ദുവീഥിം, ആ ചന്ദ്രക്കലയ്ക്ക് സമാനമായ നെറ്റിത്തടവും. ഫാലബാലെന്ദുവീഥിം അഹം ആലോകയേ, ഞാനിവിടെ കാണുന്നു എന്ന് പറയുന്നു. അപ്പോൾ മുമ്പിൽ പ്രത്യക്ഷനായിരിക്കുന്ന ഗുരുവായൂരപ്പനെ ആ ഭട്ടതിരിപ്പാട് വർണ്ണിക്കുകയാണ്. നല്ല നീല നിറത്തിൽ ഇടതൂർന്ന ഘനമായിരിക്കുന്ന ആ അറ്റം ചുരുണ്ടതും അഴുക്കില്ലാത്ത ആ പരിശുദ്ധമായതും ആയ ആ കേശം നല്ല ഭംഗിയായി ഒതുക്കി കെട്ടിവെച്ചിരിക്കുന്നു. രത്നം പതിച്ച ആ കിരീടത്താൽ മനോഹരമായിരിക്കും അലങ്കരിച്ചിട്ടുള്ളതും അതിൽ മനോഹരമായി തെളിഞ്ഞു വിളങ്ങുന്ന കണ്ണുകളുള്ള ആ മയിൽപ്പീലികൾ ചുറ്റും തിരികെ വെച്ചിട്ടുള്ളതും മന്ദാരമാല ചുറ്റിയിട്ടുള്ളതും ആയ ആ ഇടതിങ്ങിയ ആ കേശഭാരത്തെയും നല്ല മിനുസം ഉള്ളതും വെളുത്ത നിറമുള്ള ഗോപിക്കുറി അണിഞ്ഞിട്ടുള്ളതും അതിമനോഹരമായിരിക്കുന്ന ചന്ദ്രക്കലയ്ക്ക് തുല്യമായിരിക്കുന്നതും ആയ ആ നെറ്റിത്തടവും ഞാനിതാ ഇവിടെ കാണുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. മൂന്നാമത്തെ ശ്ലോകം ഹൃദ്യം പൂർണ്ണാനുകമ്പാർണവമൃദുലഹരീ ചഞ്ചല ഭ്രൂവിലാസൈ ആനീലസ്നിഗ്ധപക്ഷ്മാവലി പരിലസിതം നേത്രയുഗ്മം വിഭോത്തെ സാന്ദ്രച്ഛായം വിശാലാരുണ കമലദളാകാരം ആമുഗ്ധതാരം കാരുണ്യാലോകലീലാ ശിശിരിതഭുവനം ക്ഷിപ്യതാം മയ്യനാഥേ. ഇവിടെ ഹൃദ്യം പൂർണ്ണാനുകമ്പാർണവ, പൂർണ്ണമായിരിക്കുന്ന അനുകമ്പ നിറഞ്ഞിട്ടുള്ള അർണവ മൃദുലഹരീ ചഞ്ചല ഭ്രൂവിലാസൈ, ആ സമുദ്രത്തിലെ ചെറിയ തിരകൾ പോലെ ഇളകിക്കൊണ്ടിരിക്കുന്ന ആ പുരികക്കൊടികളുടെ ആ വിലാസങ്ങളാൽ മനോഹരം ആയിട്ടുള്ളത്. അപ്പോൾ ആ നെറ്റിത്തടം കഴിഞ്ഞിട്ട് പിന്നീട് പറയണത് ആ ഹൃദ്യമായിരിക്കുന്ന ആ ഭ്രൂവിലാസം, ആ പുരികക്കൊടികളുടെ വിലാസം, അതിനെയാണ് വർണ്ണിക്കുന്നത്. പൂർണ്ണമായ അനുകമ്പ നിറഞ്ഞ ആ സമുദ്രത്തിലെ ലഘുവായ തിരകൾ പോലെ ഇളകിക്കൊണ്ടിരിക്കുന്ന ആ പുരികക്കൊടികളുടെ വിലാസങ്ങളാൽ മനോഹരം ആയിട്ടുള്ള ആ നീലസ്നിഗ്ധപക്ഷ്മാവലി പരിലസിതം, നീല നിറത്തിലുള്ള ആ കറുത്ത മിനുത്ത കൺപീലികൾ കൊണ്ട് ശോഭിക്കുക. പരിലസിതം, ശോഭിക്കുന്നതും. സാന്ദ്രച്ഛായം, പ്രകാശം ഉള്ളത്, വളരെ പ്രകാശമുള്ളത്. വിശാലാരുണ കമലദളാകാരം, വിശാലമായിരിക്കുന്ന ആ ചെന്താമര ഇതളുകളുടെ ആകൃതിയിലുള്ളതും ആയിരിക്കുന്ന ആ മുഗ്ധതാരം, അത്യാകർഷകം ആയിരിക്കുന്ന ആ കൃഷ്ണമണികളോട് കൂടിയ
കാരുണ്യാലോകലീലാശിശിരിതഭുവനം. എങ്ങനെയാണ് നോക്കുന്നത്? കാരുണ്യപൂർണമായിരിക്കുന്ന നോട്ടം. അതുകൊണ്ട് ആ ലോകത്തെ ആകെ കുളിർപ്പിക്കുന്നതായിട്ടുള്ള കാരുണ്യാലോകലീലാശിശിരിത ഭുവനം. തേ നേത്രയുഗ്മം, അങ്ങയുടെ ആ രണ്ട് കണ്ണുകളെ വിഭുവായിരിക്കുന്ന ഹേ ഗുരുവായൂരപ്പ, അനാഥേ മയി ക്ഷിപ്യതാം, അനാഥനായിരിക്കണ എന്നിൽ ആ അങ്ങയുടെ ആ നോട്ടം എന്നിലേക്ക് വരുത്തി പതിപ്പിക്കണമേ എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതാണ് സാന്ദ്രച്ഛായം വിശാലാരുണ കമലദളാകാരം ആമുഗ്ധതാരം കാരുണ്യാലോകലീലാ ശിശിരിതഭുവനം ക്ഷിപ്യതാം മയി അനാഥേ. അനാഥേ മയി ക്ഷിപ്യതാം, അനാഥനായ എന്നിൽ അത് പതിപ്പിക്കണമേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ ആ കണ്ണുകളും ആ പുരികക്കൊടികളും അതിമനോഹരം ആണ്. ഭഗവാന്റെ ആ ഇരുകണ്ണുകളും അനുകമ്പ നിറഞ്ഞ ആ മഹാസമുദ്രത്തിലെ തിരകൾ പോലെ ഇളകിക്കൊണ്ടിരിക്കുന്ന ആ പുരികക്കൊടികളുടെ വിലാസങ്ങളാൽ മനോഹരവും, ആ നീല നിറത്തിലുള്ള ആ കൺപീലികൾ പീലിരോമങ്ങൾ കൊണ്ട് ശോഭിക്കുന്നതും ആണ്. ഹേ വിഭോ, ആ പ്രകാശമുള്ളതും വിശാലമായ ചെന്താമര ഇതളിൻ്റെ ആകൃതിയിൽ ശോഭിക്കുന്നതും എല്ലാവരെയും മോഹിപ്പിക്കുന്നതും മനോഹരങ്ങളായ കൃഷ്ണമണികളോട് കൂടിയവയും കരുണാകടാക്ഷങ്ങളാൽ ജഗത്തിനെ കുളിർപ്പിക്കുന്നതുമായ അങ്ങയുടെ ആ കണ്ണുകളെ അനാഥനായ എന്നിലും പതിപ്പിക്കണമേ എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് 4-ാമത്തെ ശ്ലോകം. ഉത്തുംഗോല്ലാസിനാസം ഹരിമണിമുകുരപ്രോല്ലസദ്ഗണ്ഡപാളീ വ്യാലോലൽ കർണപാശാഞ്ചിതമകരമണീ കുണ്ടല ദ്വന്ദ്വദീപ്രം ഉന്മീലദ്ദന്തപംക്തി സ്ഫുരതരുണധരച്ഛായ ബിംബാധരാന്ത പ്രീതിപ്രസ്യന്തി മന്ദസ്മിതമധുരതരം വക്ത്രമുൽഭാസതാംബേ. ഉത്തുംഗോല്ലാസിനാസം, അങ്ങനെ ഉയർന്ന ആ ശോഭയോട് കൂടിയിരിക്കുന്ന നാസികകളോട് കൂടിയത്. ഉത്തുംഗോല്ലാസിനാസം ഹരിമണിമുകുരപ്രോല്ലസദ്ഗണ്ഡപാളി, ആ ഇന്ദ്രനീല കല്ലുകൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ആ കണ്ണാടി പോലെ തെളിഞ്ഞ ആ കവിൾത്തടങ്ങളിൽ പ്രതിഫലിക്കണ ഗണ്ഡപാളി വ്യാലോലൽ കർണപാശാഞ്ചിതമകരമണീ കുണ്ടല, ആ ഇളകുന്നതായിരിക്കുന്ന ആ മകരകുണ്ടലങ്ങൾ കൊണ്ട് ശോഭിക്കുന്ന ആ കർണങ്ങൾ. അപ്പോൾ ആ കവിൾത്തടത്തിലെ ആ കർണത്തിൽ നിന്നുള്ള ആ മകരകുണ്ടങ്ങളിൽ നിന്നും വരുന്ന ആ പ്രകാശം അങ്ങനെ പ്രതിഫലിക്കുന്നുണ്ട്. പ്രതിഫലിച്ച് ആ കവിൾത്തടങ്ങൾ ശോഭിക്കുന്നുണ്ട്. ഇന്ദ്രനീലക്കല്ല് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന കണ്ണാടി പോലുള്ള കവിൾത്തടങ്ങളിൽ ആ പ്രതിഫലിക്കുന്ന ആ ഇളകുന്നതും ആയിരിക്കുന്ന ആ ഇളകുകയാണ്. ആ കുണ്ടലങ്ങൾ അങ്ങനെ ഇളകുമ്പോൾ അതിൽ നിന്നും ആ രശ്മികൾ, ആ പ്രകാശരശ്മികളാണ് പ്രതിഫലിച്ചിട്ട് മകരകുണ്ടലങ്ങൾ, അങ്ങനെയുള്ള മകരകുണ്ടലങ്ങളെ കൊണ്ട് ശോഭിക്കുന്ന കർണങ്ങൾ, ആ കർണങ്ങളെ കാണുന്നുണ്ട്. ഉന്മീലദന്ത പങ്ക്തി, ആ പുഞ്ചിരിയിൽ അല്പം പുറത്ത് കാണുന്ന പല്ലുകളുടെ ആ ഭംഗി. ഉന്മീലദന്ത പങ്ക്തി സ്ഫുരതരുണധരച്ഛായ ബിംബാധരാന്ത, അരുണ നിറത്തിലെ വിളങ്ങണം ആയിട്ടുള്ള ആ തൊണ്ടിപ്പഴത്തിന് തുല്യമായിട്ടുള്ള പ്രീതിപ്രസ്യന്തി മന്ദസ്മിതമധുരതരം, ആ തൊണ്ടിപ്പഴത്തിന് തുല്യമായ അധരങ്ങൾ, അതിന് ഇടയിൽ നിന്ന് പുറത്തേക്ക് ഒഴുകണ ആ മന്ദസ്മിതം കൊണ്ട് മധുരതരമായിരിക്കുന്ന ആ അങ്ങയുടെ വക്ത്രം അങ്ങയുടെ മുഖം. മേ ഉദ്ഭാസതാം മേ, എനിക്ക് തെളിഞ്ഞു കാണണമേ എന്നുള്ളതാണ്. പ്രീതി പ്രസ്യന്തി മന്ദസ്മിത മധുരതരം വക്ത്രമുൽഭാസതാം മേ. ഭഗവാന്റെ ആ തിരുമുഖ വർണ്ണന തുടരുകയാണ്. ഉയർന്നതും ആ ശോഭിക്കുന്നതും ആയിരിക്കുന്ന നാസികകൾ, ആ ഇന്ദ്രനീലക്കല്ലുകൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന കണ്ണാടി പോലെ
ശോഭിക്കണ ആ കവിൾത്തടങ്ങൾ, അവയിൽ പ്രതിഫലിക്കുന്നതും അതുപോലെ ആടിക്കളിക്കുന്നതും ആയിരിക്കുന്ന ആ മകരമത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള ആ കർണകുണ്ടലങ്ങൾ, പിന്നെ പുഞ്ചിരിക്കുമ്പോൾ അല്പം പുറത്തു കാണുന്ന ആ ദന്തപംക്തികൾ, അവയാൽ ശോഭിക്കുന്ന ഇളം ചുവപ്പ് നിറമാർന്നതും അരുണനിറത്തിൽ പ്രകാശിക്കുന്നതും തൊണ്ടിപ്പഴത്തിന് തുല്യമായതുമായ ആ അധരങ്ങൾക്കിടയിൽ നിന്നും പുറത്തേക്കൊഴുകുന്ന ആ മന്ദസ്മിതം കൊണ്ട് മാധുര്യമുള്ള ആ അങ്ങയുടെ മുഖാരവിന്ദം, അതിനെ ഞാൻ എന്നിൽ തെളിഞ്ഞു കാണണമേ. മേ മേ ഉദ്ഭാസതാം, എന്നിൽ തെളിഞ്ഞു കാണണമേ എന്നാണ് ആ ഭഗവാനെ പറ്റിയിട്ട്, തിരുമുഖത്തെ പറ്റിയിട്ട് ആ മേൽപ്പത്തൂര് ഇവിടെ വർണ്ണിക്കുന്നത്. അടുത്ത ശ്ലോകം: ബാഹുദ്വന്ദ്വേന രത്നോജ്വലവലയഭൃതാ ശോണപാണിപ്രവാളേനോപാത്താം വേണുനാളീം പ്രസൃതനഖമയൂഖാംഗുലീ സംഗശാരാം കൃത്വാ വക്ത്രരവിന്ദേ സുമധുരവികസദ്രാഗമുദ്ഭാവ്യമാനൈഃ ശബ്ദബ്രഹ്മാമൃതൈസ്ത്വം ശിശിരിതഭുവനൈഃ സിഞ്ചമേ കർണവീഥിം. ആ രത്നോജ്വലവലയഭൃത, രത്നങ്ങൾ പതിപ്പിച്ച് ആ പലവർണ്ണത്തിൽ തിളങ്ങുന്ന ആ വളകൾ അണിഞ്ഞിട്ട്, ശോണപാണിപ്രവാളേ, ആ പവിഴം പോലെ ആ ഇളം ചുവപ്പാർന്ന മിനുസമുള്ള ആ കൈകളിൽ, ശോണപാണിപ്രവാളേ ബാഹുദ്വന്ദ്വേന ഉപാത്താം, ആ രണ്ടു കൈകളാൽ പിടിച്ചിരിക്കുന്നതും, പ്രസൃതനഖമയൂഖാംഗുലീ സംഗശാരാം, ആ പ്രസരിക്കുന്ന ആ നഖങ്ങളുടെ ആ പ്രകാശത്താൽ ആ വിരലുകളുടെ സംഘം കൊണ്ട്, പ്രസൃതനഖമയൂഖാംഗുലീ സംഗശാരാം, പ്രകാശത്താൽ ആ വിരലുകളുടെ സംഘം കൊണ്ട് ആ പലവർണ്ണങ്ങൾ ആയതും ആയിരിക്കണ വേണുനാളീം, ആ ഓടക്കുഴലിനെ, വക്ത്രരവിന്ദേ, ആ മുഖകമലത്തിലെ കൃത്യ, അതങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ട്. സുമധുര വികസദ്രാഗം, അതിമധുരമായിരിക്കുന്ന ആ രാഗങ്ങളാൽ ആ ഉദ്ഭാവ്യമാനൈഹി, പ്രകാശിപ്പിക്കുന്ന ഇതും, ശിശിര ഭുവനൈഹി, ആ ലോകത്തെ ആകമാനം കുളിർപ്പിക്കുന്നതും ആയിരിക്കുന്ന ശബ്ദബ്രഹ്മാമൃതൈഹി, അമൃതമയമായിരിക്കുന്ന ആ ശബ്ദ ബ്രഹ്മത്താൽ, ത്വം മേ കർണവീഥിം സിംജ, അങ്ങ് എൻ്റെ ആ കാതുകളെ ഇമ്പമാക്കണമേ. ത്വം മേ കർണവീഥിം സിംജ, അടിയൻ്റെ കാതുകളെ അത് രസിപ്പിക്കണമേ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതാണ് കൃത്വാ വക്ത്രരവിന്ദേ സുമധുരവികസദ്രാഗം ഉദ്ഭാവ്യമാനൈഃ ശബ്ദബ്രഹ്മാമൃതൈസ്ത്വം ശിശിരിതഭുവനൈഃ സിംചമേ കർണവീഥിം. അപ്പോൾ ഉജ്ജ്വലമായിട്ട് ശോഭിക്കുന്ന ആ രത്നം പിടിപ്പിച്ച അല്ലെങ്കിൽ രത്നം പതിച്ച ആ വളകൾ അണിഞ്ഞ് ഇളം ചുവപ്പ് നിറമാർന്ന ആ തളിരുകൾ പോലുള്ള ആ മിനുമിനുത്ത കൈകളിൽ ആ മുരളി ധരിച്ചിരിക്കുന്ന അങ്ങയെ കാണുന്നു. അതാണ് ആ വേണുഗാനമൂർത്തിയെയാണ് ഇതിൽ വർണ്ണിക്കണമെന്ന് പറയുന്നത്. മനോഹരങ്ങളായിരിക്കുന്ന ആ തൻ്റെ വിരലുകളിലുള്ള ആ നഖങ്ങളുടെ പ്രകാശത്താൽ ആ പലവർണ്ണങ്ങളായി കാണിക്കുന്ന ആ മുരളിയെ അദ്ദേഹം ആ മുഖകമലത്തോട് ചേർത്ത് വെച്ചിട്ട് രാഗവിസ്താരം നടത്തുന്നുണ്ട്. അങ്ങനെ ആ ഭഗവാൻ തന്നെ ആ ബ്രഹ്മം ആയതിനാൽ ആ ഭഗവാനിൽ നിന്നും പുറപ്പെടുന്ന മുരളീനാദവും ബ്രഹ്മം തന്നെ. അതാണ് ശബ്ദബ്രഹ്മം എന്ന് പറഞ്ഞിരിക്കുന്നത്. ശബ്ദബ്രഹ്മം, അപ്രകാരമുള്ള ആ ശബ്ദബ്രഹ്മം എൻ്റെ കാതുകളെയും ഇമ്പമയം ആക്കട്ടെ. 59-ാമത്തെ ദശകത്തിൽ ആ മുരളീഗാനം കേൾക്കണേ ഭഗവാനെ എന്ന് ആ ഗോപികമാർ പ്രാർത്ഥിക്കുന്നത് പോലെ ഇവിടെ ആ ഭട്ടതിരിപ്പാടും ആ ഭക്തി വർദ്ധിച്ചിട്ട് ആ വേണുഗാനം കേൾക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് പ്രേമഭക്തിയാണ്, മറ്റത് ആ ജ്ഞാനഭക്തിയും. ഒന്ന് ഭഗവാനുള്ള പ്രേമഭക്തിയാണ് ഗോപസ്ത്രീകൾ ആ 59-ാമത്തെ ദശകത്തിൽ മുരളീഗാനത്തിൽ അങ്ങനെ ചെയ്യണത്. ഇവിടെ ആ ജ്ഞാനഭക്തി, ഭഗവാനെപ്പറ്റി അറിയുന്നത് കൊണ്ടുണ്ടാകുന്ന ആ ഭക്തി, അതിനെപ്പറ്റിയാണ് ഇവിടെ ദ്യോതിപ്പിക്കണത് എന്നർത്ഥം. അടുത്ത ശ്ലോകം 6-ാമത്തെ ശ്ലോകം. ഉത്സർപ്പൽ കൗസ്തുഭശ്രീതതിഭിരരുണിതം കോമളം കണ്ഠദേശം വക്ഷശ്രീവത്സരമ്യം
തരളതരസമുദ്ധിപ്രഹാരപ്രധാനം നാനാവർണപ്രസൂനാവലികിസലൈനിം വന്യമാലാം വിലോലല്ലോലംബം ലംബമാനാം ഉരസി തവ തഥാ ഭാവയേ രത്നമാലാം. ഇവിടെ ഉത്സർപ്പൽ കൗസ്തുഭശ്രീതതിഭി, ആ കൗസ്തുഭരത്നത്തിൻ്റെ ആ ഉയർന്ന് പരക്കുന്ന കാന്തിയാൽ, ഉത്സർപ്പൽ കൗസ്തുഭശ്രീതതിഭി, ആ കാന്തിയാൽ അരുണിതം, ആ ഇളം ചുവപ്പാർന്നതും കോമളം കണ്ഠദേശം, അഴകാർന്ന ആ കണ്ഠപ്രദേശവും ശ്രീവത്സരമ്യം തരളതരസമുദ്ധിപ്രഹാരപ്രധാനം, ശ്രീവത്സം എന്ന ആ മറുകൊണ്ട് ആ രമ്യവും, അതുപോലെ തരളതരസമുദ്ധിപ്രഹാരപ്രധാനം ഇളകിത്തിളങ്ങുന്നതായിരിക്കുന്ന അനേകം ആ മുത്തുമാലകളാൽ ശോഭിക്കുന്ന വക്ഷസ് മാറിടത്തെയും നാനാവർണപ്രസൂനാവലികിസലൈനിം, പല നിറത്തിലുള്ള ആ പുഷ്പങ്ങളും തളിരുകളും ചേർന്നുണ്ടാക്കിയ ആ വിലോലല്ലോലംബം, ചുറ്റും പറക്കണ ആ വണ്ടുകളോട് കൂടിയതുമായിരിക്കുന്ന വിലോലല്ലോലംബം തവ ഉരസി, അങ്ങയുടെ ആ മാറിടത്തിൽ ലംബമാനാം വന്യമാലാം, നീണ്ടുകിടക്കുന്ന ആ വന്യമാലയെയും തഥാ രത്നമാലാം ഭാവയേ, ആ രത്നമാലയെയും ഞാനിതാ ധ്യാനിക്കണു എന്നാണ് പറയുന്നത്. അപ്പോൾ വക്ഷശ്രീവത്സരമ്യം തരളതരസമുദ്ധിപ്രഹാരപ്രധാനം, ആ മാലകളെ നാനാവർണപ്രസൂനാവലികിസലൈനിം, ആ വന്യമാല, ആ വണ്ടുകളെ കൊണ്ട് ശോഭിക്കണ പലവിധ വർണ്ണത്തിലുള്ള ആ പ്രസൂനങ്ങൾ, ആ പുഷ്പങ്ങളുടെ കൂട്ടങ്ങളെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ആ വനമാല വിലോലല്ലോലംബം ലംബമാനാം, അതങ്ങനെ നീണ്ടുകിടക്കണ ആ വനമാല അങ്ങയുടെ ആ ഉരസിൽ തവ തഥാഭാവയേ, ആ അങ്ങയുടെ ആ കണ്ഠത്തിലണിഞ്ഞ അരത്നമാലയെയും തഥാഭാവയേ, രത്നമാലയെയും ഞാനിതാ, അതൊക്കെ ഞാൻ ഇങ്ങനെ ഇവിടെ ധ്യാനിക്കുകയാണ് ചെയ്യണത്. ഭട്ടതിരിപ്പാട് ആ ശ്രീകോവിൽ തെളിഞ്ഞു കണ്ട ആ ഗുരുവായൂരപ്പ സ്വരൂപത്തിൻ്റെ വർണ്ണ തുടരുകയാണ്. ഭഗവാന്റെ ആ കണ്ഠത്തിൽ കിടക്കുന്ന ആ കൗസ്തുഭരത്നത്തിൽ നിന്നും ഇളം ചുവപ്പ് നിറത്തിൽ പ്രകാശം ചൊരിയുന്നു. അതുപോലെ കൂടാതെ ആ ശ്രീവത്സം എന്ന മറുകും മാറിടത്തിൽ അനേകം ഇളകി പ്രകാശിക്കുന്നതുമായിരിക്കുന്ന മുത്തുമാലകളാൽ ശോഭിക്കുന്ന ആ വക്ഷസിനെയും, അതുപോലെ പല വർണ്ണത്തിലുള്ള പൂക്കളും തളിരുകളും കൊണ്ട് കോർത്തിണക്കപ്പെട്ട നീളത്തിലുള്ള ആ വനമാലയണിഞ്ഞും ആ വനമാലയ്ക്ക് ചുറ്റും മൂളിപ്പാട്ട് പാടി പറന്നു കളിക്കുന്ന ആ വണ്ടുകളും അതോടൊപ്പം അണിഞ്ഞിട്ടുള്ള ആ രത്നമാലയെയും ഞാനിതാ ധ്യാനിക്കുന്നു. വനമാല, തുളസി, കുന്തം, മന്ദാരം, പാരിജാതം, പിച്ചകം എന്നീ പൂക്കളാൽ കെട്ടിയുണ്ടാക്കിയിട്ടുള്ളതാണ് വനമാല എന്നാണ് പറയപ്പെടുന്നത്. വനമാല എന്ന് പറയപ്പെടുന്നത് തുളസി, കുന്തം, മന്ദാരം, പാരിജാതം, പിച്ചകം, ഇങ്ങനെ 5 തരത്തിലുള്ള പൂക്കളെ കൊണ്ട് കെട്ടിയിട്ടുള്ളതാണ് ആ വനമാല. അപ്പോൾ അടുത്ത ശ്ലോകം അംഗേ പഞ്ചംഗരാഗൈഃ അതിശയ വികസത് സൗരഭാകൃഷ്ടലോകം ലീനാനേകത്രിലോകീ വിതതിമപി കൃശം ബിഭ്രതം മധ്യവല്ലിം ശക്രാശ്മന്യസ്ത തപ്തോജ്വലകനകനിഭം പീതചേലം ദധാനം ധ്യായാമോ ദീപ്തരശ്മി സ്ഫുടമണിരശന കിങ്കിണീമണ്ഡിതം ത്വാം. അപ്പോൾ അങ്ങയുടെ ശരീരത്തിലാകട്ടെ അംഗേ പഞ്ചാംഗരാഗൈഃ 5 തരം കുറിക്കൂട്ടുകൾ ചേർത്തിട്ടുള്ള ആ സുഗന്ധലേപനങ്ങളാൽ അതിശയ വികസത് സൗരഭാകൃഷ്ടലോകം, അതിശയകരമായിട്ട് വ്യാപിപ്പിക്കുന്ന ആ സുഗന്ധത്താൽ, അതിശയ വികസത് സൗരഭാകൃഷ്ടലോകം, ആ സുഗന്ധത്താൽ ലോകത്തെ ആകമാനം അത് ആകർഷിക്കുന്നുണ്ട്. ലീനാനേകത്രിലോകീ വിതതിമപി കൃശം, അനേകം ആ ത്രിലോകങ്ങൾ ലയിച്ചു കിടക്കുന്നതാണെങ്കിലും ലീനാനേകത്രിലോകീ വിതതിമപി കൃശം, ഒതുങ്ങിയിരിക്കുന്നതായിരിക്കുന്ന മധ്യവല്ലിം, വള്ളി പോലെയുള്ള ആ മധ്യഭാഗം, അരക്കെട്ടിനെയാണ് അവിടെ പറയുന്നത്.
ലീനാനേകത്രിലോകീ വിതതിമഭികൃശം, ആ കൃശമായിട്ടുള്ള ആ അരക്കെട്ടിനെ പറ്റിയിട്ട്, ബിഭ്രതം അതിനെ വഹിക്കുന്നതും, പിന്നെ ശക്രാശ്മന്യസ്തതപ്തോജ്വല കനകനിഭം, ആ ഇന്ദ്രനീലക്കല്ലിൽ പതിച്ച ആ ചുട്ടുപഴുപ്പിച്ച സ്വർണം പോലെ മിന്നിത്തിളങ്ങുന്ന, ശക്രാശ്മന്യസ്തതപ്തോജ്വല കനകനിഭം, മിന്നിത്തിളങ്ങുന്ന പീതചേലം ദധാനം, ആ സ്വർണ്ണ നിറത്തിലുള്ള ആ മഞ്ഞപ്പെട്ട് ധരിച്ചിരിക്കുന്നവൻ, പീതചേലം ദധാനം ദീപ്തരശ്മിസ്ഫുടമണിരശനാകിങ്കിണി, തിളങ്ങണ ആ നിറകതിരുകൾ പോലെ രത്നങ്ങൾ പതിച്ചിട്ടുള്ള ആ അരഞ്ഞാണ്, ആ കിങ്ങിണിയോട് കൂടിയിട്ട് അത് അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആ അരക്കെട്ടിൽ അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള അങ്ങയെ ത്വം ധ്യായാമഹ, അങ്ങയെ ഞാൻ ഇതാ ധ്യാനിക്കണു ആണ്. ശക്രാശ്മന്യസ്തതപ്തോജ്വല കനകനിഭം പീതചേലം ദധാനം ധ്യായാമോ ദീപ്തരശ്മി സ്ഫുടമണിരശന കിങ്കിണീ മണ്ഡിതം ത്വാം. ആ ശരീരത്തിൽ ചാർത്തിയിരിക്കുന്ന 5 തരം ആ സുഗന്ധദ്രവ്യങ്ങൾ ചേർത്ത ആ കുറിക്കൂട്ടുകൾ, ആ കളഭം അങ്ങനെ പൂശിയിട്ടുണ്ട്. അതിശയകരമായിരിക്കുന്ന ആ കുറിക്കൂട്ടിൻ്റെ സുഗന്ധത്താൽ സർവ്വലോകങ്ങളെയും മോഹിപ്പിക്കുന്നുണ്ട്. അനേകം ബ്രഹ്മാണ്ടങ്ങളെ തൻ്റെ മധ്യപ്രദേശത്ത് വഹിക്കുന്നവൻ ആണെങ്കിലും ആ അരക്കെട്ട് വളരെ കൃശമായിട്ട് തോന്നുന്നു. ചുട്ടുപഴുപ്പിച്ചിട്ടുള്ള ആ സ്വർണത്തിൽ ഇന്ദ്രനീലക്കല്ലുകൾ പതിപ്പിച്ച ആ മിന്നിത്തിളങ്ങുന്ന പീതാംബരം ധരിച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് തിളങ്ങുന്ന രത്നക്കല്ലുകളും ചെറിയ മണികളും കിങ്കിണികളും കോർത്ത് ആ സ്വർണ്ണ അരഞ്ഞാണം ധരിച്ചിരിക്കുന്ന ആ അങ്ങയെ ഞാനിതാ ഇവിടെ ധ്യാനിക്കുന്നു. ഇനി ഈ കുങ്കുമം, അഖില, കസ്തൂരി, ഗോരോചനം, ഹരിചന്ദനം എന്നിവയാണ് 5 സുഗന്ധദ്രവ്യങ്ങൾ ആദ്യം പറയണത്. അടുത്ത ശ്ലോകം ഊരു ചാരൂതവോരു ഘനമസൃണരുചൗ ചിത്തചോരൗരമായ വിശ്വക്ഷോഭം വിശംഖ്യ ധ്രുവമനിശമുഭൗ പീതചേലാവൃതാംഗൗ ആനമ്രാണം പുരസ്താന്യസനധൃതസമസ്താർത്ഥപാളീ സമുദ്ഗച്ഛായം ജാനുദ്വയം ച ക്രമപൃഥുലമനോജ്ഞേ ച ജംഘേ നിഷേവേ. അപ്പോൾ ചാരൂ ഊരു, മനോഹരമായതും തടിച്ചതും ആയ ഘനമസൃണരുചൗ, മിനുത്തതും കാന്തിയുള്ളതുമായിരിക്കുന്ന തുടകൾ, മനോഹരവും തടിച്ചതുമായിട്ടുള്ള വളരെ കാന്തിയാർന്ന ആ തുടകൾ, മിനുത്തതായ തുടകൾ. രമായാഹ ചിത്തചോരൗ, ആ ശ്രീലക്ഷ്മിയുടെ മനം കവരുന്ന, വിശ്വക്ഷോഭം വിശംഖ്യ, ആ വിശ്വത്തെയാകെ ക്ഷോഭിപ്പിക്കുമോ എന്ന് സംശയിക്കുന്ന, ധ്രുവം അനിശം പീതചേലാവൃതാംഗൗ, ആ മഞ്ഞപ്പട്ടിനാൽ എല്ലായ്പ്പോഴും മൂടിയിരിക്കണതും ആയിരിക്കണ, തവ ഉഭൗ ഊരു, അങ്ങയുടെ ആ ഇരുതുടകളെയും, ആ നമ്രാണാം നമസ്കരിക്കുന്ന ആ ഭക്തന്മാർക്ക്, പുരസ്താന്യസനധൃത സമസ്താർത്ഥപാളി, മുന്നിൽ എല്ലാ അഭീഷ്ടങ്ങളെയും സാധിച്ചു കൊടുക്കുവാൻ, സമസ്താർത്ഥപാളി സമുദ്ഗച്ഛായം, സൂക്ഷിച്ചു വെച്ചിട്ടുള്ള മണിച്ചപ്പെന്ന പോലെ മിന്നിത്തിളങ്ങണ, ജാനുദ്വയം ച, ആ 2 കാൽമുട്ടുകളെയും, ക്രമപൃഥുലമനോജ്ഞേ ച, ജംഘേ ക്രമത്തിൽ അമേൽപോട്ടും വണ്ണം കൂടിയവയും മനോഹരമായിരിക്കുന്നതുമായിരിക്കുന്ന ആ കണങ്കാലുകളെയും, നിഷേവേ ഞാനിതാ ഭജിക്കണു. അപ്പോൾ ഭട്ടതിരിപ്പാടിൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായിരിക്കുന്ന ഭഗവാന്റെ ആ കേശാദിപാദ വർണ്ണനത്തിൽ അടുത്ത ഈ ശ്ലോകത്തിൽ നല്ല തടിച്ച അഘനമായതും മനോഹരമായതും ആ ശ്രീലക്ഷ്മി ദേവിയുടെ മനം കവരുന്നതും വിശ്വത്തെയാകെ ക്ഷോഭിപ്പിക്കുന്നതും, അങ്ങനെ ക്ഷോഭിപ്പിക്കുന്നു എന്ന ശങ്കയാൽ എന്ന പോലെ എല്ലായ്പ്പോഴും ആ മഞ്ഞപ്പട്ടിനാൽ ആ മൂടിയിരിക്കുന്നതും ആയിരിക്കുന്ന ആ ഇരുതുടകളെയും, അതുപോലെ നമസ്കരിക്കുന്ന ഭക്തന്മാർക്ക് മുമ്പിൽ എല്ലാ ഐശ്വര്യങ്ങളെയും സാധിപ്പിച്ചു കൊടുക്കുവാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മണിച്ചെപ്പുകൾ പോലുള്ള ആ കാൽമുട്ടുകളെയും, പാദങ്ങളിൽ നിന്നും ക്രമത്തിൽ കാൽമുട്ട് വരെ എത്തുന്ന കണങ്കാലുകളെയും, ആ മുഴങ്കാലുകൾ അതിനെയൊക്കെ ഞാനിതാ ഭജിക്കണു. ആ കാലുകളുടെ ഭംഗി, പാദങ്ങളുടെ ഭംഗിയാണ് ഇവിടെ, കാലുകളുടെ ഭംഗിയാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. അടുത്തത്
മഞ്ജീരം മഞ്ജുനാഥൈരിവ പദഭജനം ശ്രേയ ഇത്യാലപന്തം പാദാഗ്രം ഭ്രാന്തിമജ്ജത് പ്രണതജനമനോ മന്ദരോദ്ധാരകൂർമ്മം ഉത്തുംഗാതാമ്ര രാജന്നഖരഹിമകരജ്യോത്സ്നയാ ചാശ്രിതാനാം സന്താപധ്വാന്തഹന്ത്രിം തതിമനുകലയേ മംഗലാമംഗുലീനം. പദഭജനം, അങ്ങയുടെ ആ ശ്രീപാദത്തെ ഭജിക്കുന്നവർക്ക് ശ്രേയ ഇതി. പദഭജനം ശ്രേയ ഇതി, ശ്രേയസ്സിനെ ശ്രേയസ്കരം ആയതായിരിക്കുന്ന അങ്ങയുടെ പാദകമലങ്ങൾ. മഞ്ജുനാദൈ ആലപന്തം ഇവ, നല്ല ഇമ്പമുള്ള നാദങ്ങൾ ആലപിക്കുന്ന പോലെയുള്ള അങ്ങയുടെ മഞ്ജീരം, ആ കാൽച്ചിലമ്പുകളെയും ഭ്രാന്തിമജ്ജത് പ്രണതജനമനോ മന്ദരോദ്ധാരകൂർമ്മം, ആ മായാസമുദ്രത്തിൽ മുങ്ങിത്താഴ്ന്ന ആ ഭക്തജനങ്ങളുടെ മനസ്സാകുന്ന മന്ദരപർവ്വതത്തെ ഉദ്ധരിക്കുന്ന കൂർമ്മം ആയിട്ടുള്ള പാദാഗ്രം, ആ പാദാഗ്രം, ആ കൂർമ്മം ആയിരിക്കുന്ന പാദത്തിൻ്റെ അഗ്രത്തെയും അതുപോലെ ഉത്തുംഗ ഗാതാമ്രരാജന്നഖര ഹിമകരജ്യോത്സ്നയ, ഉയർന്നതും ആ ഇളം ചുവപ്പ് നിറം ആർന്നതും ആയിരിക്കുന്ന ഉത്തുംഗാതാമ്ര രാജന്നഖര ഹിമകരജ്യോത്സ്നയ, ആ നഖങ്ങളുടെ പ്രകാശം, ആ ചന്ദ്രബിംബത്തിൽ നിന്നുള്ള നിലാവ് പോലെ ഉയർന്നതും ഇളം ചുവപ്പ് നിറമാർന്നതുമായിരിക്കുന്ന നഖങ്ങളുടെ പ്രകാശം. പിന്നെ ഹിമകരജ്യോത്സ്നയ, ചന്ദ്രബിംബത്തിൽ നിന്നുള്ള നിലാവ് പോലെ ആശ്രിതാനാം, ആശ്രയിക്കുന്നവരുടെ അസന്താപധ്വന്തഹന്ത്രിം, ദുഃഖങ്ങളാകുന്ന അന്ധകാരത്തെ അകറ്റുന്ന മംഗലാം, മംഗളത്തെ പ്രദാനം ചെയ്യുന്ന അങ്കുലീനാം, ആ പാദത്തിൽ ശോഭിക്കുന്ന ആ അങ്കുലികൾ, ആ വിരലുകളുടെ കൂട്ടത്തെയും തതിം ച അനുകലയേ, ഞാനിതാ ധ്യാനിക്കണു എന്ന് പറയുകയാണ്. അതാണ് ആ ഉത്തുംഗാതമ്രരാജന്നഖരഹിമകരജ്യോത്സ്നയാചാശ്രിതാനാം സന്താപധ്വന്തഹന്ത്രിം തതിമനുകലയേ മംഗലാമംഗുലീനാം. ആ ശ്രീപാദത്തിൽ അണിഞ്ഞിരിക്കുന്ന ആ കാൽച്ചിലമ്പുകൾ വളരെ മനോഹരം ആയിട്ടുള്ളതാണ്. ഇമ്പമേറുന്ന സ്വരം പുറപ്പെടുവിക്കുന്നവയും ആ പാദങ്ങളെ ഭജിക്കുന്നവർക്ക് ആ നാദം പാട്ടുപോലെ, ഗാനം പോലെ ശ്രേയസ്കരവുമാണ്. ആ പാദസരങ്ങളിൽ നിന്നും വരുന്ന ആ ധ്വനി, ആ മായയിൽ മുഴുകിയിരിക്കുന്ന ആ ഭക്തജനങ്ങളെ പാലാഴിയിലാണ്ടുപോയ ആ മന്ദിരപർവ്വതത്തെ ഉദ്ധരിച്ചു കൊണ്ടുവന്ന കൂർമ്മരൂപിയായിരിക്കുന്ന ആ ഭഗവാനെ പോലെ അവരുടെ മനസ്സിനെ അജ്ഞാനത്തിൽ നിന്നും ഉയർത്തുന്ന ആ കാൽനഖങ്ങൾ ആ ചന്ദ്രനിൽ നിന്നുള്ള നിലാവ് പോലെ ചുറ്റും കുളിർമ പരത്തുന്നു. അങ്ങനെ ഇപ്രകാരം ഭക്തന്മാരുടെ മനസ്സിലെ ആ അന്ധകാരത്തെ അകറ്റുന്ന ആ ശ്രീപാദപത്മങ്ങളിലെ നഖങ്ങളെയും വിരലുകളെയും ഞാനിതാ ഇവിടെ ധ്യാനിക്കുന്നു. അപ്പോൾ 10ാമത്തെ ശ്ലോകം, യോഗീന്ദ്രാണം ത്വദംഗേഷ്വധികസുമധുരം മുക്തിഭാജം നിവാസോ ഭക്താനം കാമവർഷദ്യുതരുകിസലയം നാഥതേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണകാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദസന്തോഹലക്ഷ്മീം. അല്ലയോ ഗുരുവായൂരപ്പ, ലോകൈകനാഥ ഗുരുവായൂരപ്പ കൃഷ്ണ, കാരുണ്യക്കടലെ എൻ്റെ താപങ്ങളെ നിശേഷം ഇല്ലാതാക്കി ആ ഐശ്വര്യത്തെയും പരമാനന്ദത്തെയും നൽകുമാറാകണമേ. ഹൃത്വാ നിശേഷതാപാൻ, ഹൃദയത്തിലുള്ള നിശേഷതാപങ്ങളെയും പ്രതിശതു, അതിനെയൊക്കെ അകറ്റി പരമാനന്ദ സന്തോഹലക്ഷ്മി, ആനന്ദമാകുന്ന ആ ഐശ്വര്യത്തെയും ആനന്ദത്തെയും സന്തോഹലക്ഷ്മി അടിയന് നൽകുമാറാകണമേ. എങ്ങനെയുള്ള നിത്യം ചിത്തസ്ഥിതം മേ എന്നും അങ്ങേ ആ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ആ പവനപുരപദേ അങ്ങനെ അങ്ങേ ആശ്രയിക്കുന്നു. അപ്പോൾ
യോഗീന്ദ്രാണം ത്വദംഗേ, യോഗികളിൽ ശ്രേഷ്ഠന്മാരായവർക്ക് ത്വദംഗേഷു അധിക സുമധുരം, അങ്ങയുടെ യോഗികളിൽ ശ്രേഷ്ഠന്മാരായവർക്ക് അങ്ങയുടെ അംഗങ്ങളിൽ വെച്ച് ഏറ്റവും മാധുര്യം ഏറിയതാണ്. അധിക സുമധുരം മുക്തിഭാജാം നിവാസോ, ആ മുക്തി പ്രാപിച്ചവരുടെ ആശ്രയസ്ഥാനം അതും ആണ് അങ്ങയുടെ എൻ്റെ പാദമൂലം, അങ്ങയുടെ പാദമൂലം. അതുപോലെ ഭക്തന്മാരുടെ ആ എല്ലാ അഭീഷ്ടങ്ങളെയും, ഭക്താനാം കാമവർഷദ്യുതരുകിസലയം, ഭക്തന്മാരുടെ എല്ലാ അഭീഷ്ടങ്ങളെയും സാധിക്കുന്ന കൽപ്പവൃക്ഷം ആകുന്ന ആ അങ്ങയുടെ ആ കാലടികൾ ഇങ്ങനെ നിത്യം എൻ്റെ ഹൃദയത്തിലിരുന്ന് അതാണ് പറയുന്നത്. അപ്പം യോഗീന്ദ്രാണാം ത്വദംഗേഷു അധിക സുമധുരം, യോഗികളിൽ ശ്രേഷ്ഠന്മാരായവർക്ക് അങ്ങയുടെ അംഗങ്ങളിൽ വെച്ച് ഏറ്റവും മാധുര്യമേറിയതും മുക്തിഭാജാം നിവാസ, മുക്തി പ്രാപിച്ചവരുടെ ആശ്രയസ്ഥാനവും ഭക്താനാം കാമവർഷദ്യുതരുകിസലയം, ഭക്തന്മാരുടെ എല്ലാ അഭീഷ്ടങ്ങളും സാധിപ്പിക്കുന്ന കൽപ്പവൃക്ഷവുമാകുന്ന തേ പാദമൂലം, അങ്ങയുടെ കാലടികൾ നിത്യം മേ, നിത്യം എൻ്റെ ചിത്തസ്ഥിതം, ഹൃദയത്തിലിരുന്ന് നാഥ പവനപുരപദേ, ഹേ ലോകൈകനാഥ ഗുരുവായൂരപ്പ, കൃഷ്ണകാരുണ്യ സിന്ധോ, കൃഷ്ണ കാരുണ്യക്കടലേ, നിശേഷതാപാൻ ഹൃത്വാ, എൻ്റെ ആ താപങ്ങളെയെല്ലാം നിശേഷമില്ലാതാക്കി പരമാനന്ദ സന്തോഹലക്ഷ്മീം, ആ ഐശ്വര്യത്തെയും പരമാനന്ദത്തെയും പ്രതിശതു നൽകുമാറാകണമേ എന്നുള്ളതാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ യോഗികളിൽ ശ്രേഷ്ഠന്മാരായവർക്ക് ആ ഭഗവാന്റെ ആ കാലടികളുടെ ആ വിഷയത്തെപ്പറ്റി പറയുന്നു. യോഗികളിൽ ശ്രേഷ്ഠന്മാരായവർക്ക് ഭഗവാന്റെ അംഗങ്ങളിൽ വെച്ച് ഏറ്റവും മാധുര്യമേറിയതായിട്ട് അനുഭവപ്പെടുന്ന ആ ഭഗവാന്റെ പാദമൂലം തന്നെ ആ മുക്തി പ്രാപിച്ചവരുടെ സ്ഥലവും അതുതന്നെയാണ്. അങ്ങനെ ഭക്തന്മാരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിക്കുന്ന കൽപ്പവൃക്ഷവുമാണ് ആ ശ്രീപാദങ്ങൾ. അങ്ങയുടെ ആ പാദമൂലം എന്നും എൻ്റെ ചിത്തത്തിൽ സ്ഥിതി ചെയ്യണമേ. ഹേ കൃഷ്ണ ഗുരുവായൂരപ്പ കരുണാസാഗരമേ, എൻ്റെ എല്ലാ ദുഃഖങ്ങളെയും അവിടുന്ന് ഇല്ലാതാക്കണമേ. ഗുരുവായൂരപ്പൻ്റെ കേശാദിപാദ വർണ്ണനം ഈ ശ്ലോകത്തിൽ ശ്രേഷ്ഠയോഗികൾ, ആ മുക്തി മാത്രം ആഗ്രഹിക്കുന്ന ആ അകാമഭക്തന്മാർ, കൂടാതെ ആ സകാമഭക്തന്മാർ, ലൗകിക ചിന്തയുള്ള ഭക്തന്മാർ എന്നിവരുടെ എല്ലാം ആ അഭീഷ്ടങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്ന ആ കൽപ്പവൃക്ഷമാണ് ഭഗവാൻ എന്നും, ആ യോഗീന്ദ്രന്മാർക്കും മുക്തന്മാർക്കും ലൗകികരായിരിക്കുന്ന ഭക്തന്മാർക്കും ഒരുപോലെ ആശ്രയസ്ഥാനമാണ് ആ ഭഗവാന്റെ പാദമൂലം എന്നും പറഞ്ഞു തന്നിരിക്കുന്നു. അപ്പോൾ അവസാനത്തെ ശ്ലോകം, അജ്ഞാത്വാ തേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥക്ഷമേതാ, സ്തോത്രം ചെയ്തൽ സഹസ്രോത്തരം അധികതരം ത്വൽപ്രസാദായ ഭൂയാത്, ദ്വേധാ നാരായണീയം ശ്രുതിഷു ച ജനുഷാ സ്തുത്യതാ വർണ്ണനേന സ്ഫീതം ലീലാവതാരൈഃ ഇദമിഹ കുരുതാം ആയുരാരോഗ്യ സൗഖ്യം. അല്ലയോ വിശ്വനാഥ, ഹേ വിശ്വരക്ഷകനായിരിക്കുന്ന ഗുരുവായൂരപ്പ, തേ മഹത്വം, അങ്ങയുടെ മഹത്വം, അജ്ഞാത്വാ ശരിക്ക് അറിയാതെ, ഇഹയൽ നിഗദിതം ഇവിടെ പറയപ്പെട്ടതെല്ലാം, ക്ഷമേധാഹ ക്ഷമിക്കണമേ. അങ്ങയുടെ ആ മുഴുവൻ മഹത്വത്തെയും അറിയാതെ കണ്ടാണ് ഇവിടെ പറയപ്പെട്ടതെങ്കിലും അതിനെയൊക്കെ അങ്ങ് ക്ഷമിക്കണമേ. സഹസ്രോത്തരം 1000-ലധികം വരുന്ന ശ്ലോകങ്ങളുള്ള ഏതൽ സ്തോത്രം ജ, ഈ സ്തോത്രസമാഹാരം, അധികതരം ത്വൽപ്രസാദായ ഭൂയാൽ, അങ്ങയുടെ ഏറ്റവും അധികം പ്രസാദത്തിനായി തീരണമേ. ദ്വേധാ നാരായണനായിരിക്കുന്ന ഭഗവാനെ സംബന്ധിച്ചതിനാൽ, നാരായണൻ എന്ന കവിയാൽ നാരായണൻ ഭഗവാനെ സംബന്ധിച്ചതായിട്ടുള്ള കാവ്യം നാരായണീയം എന്നു പേരുള്ള ഈ ഗ്രന്ഥം, ശ്രുതിഷു ച ജനുഷാ, വേദങ്ങളിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നും ഉത്ഭവിച്ച ആ നിഷ്കള ബ്രഹ്മരൂപത്തിലെ സ്തുത്യതാവർണ്ണനേന, സ്തുതിക്കുവാനും വർണ്ണിക്കുവാനും, ലീലാവതാരൈ, ആ ലീലാവതാര കഥകളെ കൊണ്ട്, സ്ഫീതം ച ഇദം, മഹത്വമേറിയതും ആയ ഈ സ്തോത്രം, ഇഹ ഇവിടെ,
ആയുരാരോഗ്യ സൗഖ്യം കുരുതാം. ചൊല്ലുന്നത് കൊണ്ട് ആയുസ്സും ആരോഗ്യവും സൗഖ്യവും പ്രദാനം ചെയ്യട്ടെ എന്നാണ് ഈ ശ്ലോകം കൊണ്ട് ആ ഭട്ടതിരിപ്പാട് ഇവിടെ പറയുന്നത്. അജ്ഞാത്വാ തേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥക്ഷമേദാഹ സ്തോത്രം ചെയ്തൽ സഹസ്രോത്തരം അധികതരം ത്വൽപ്രസാദായ ഭൂയാത് ദ്വേധാ നാരായണീയം ശ്രുതിഷു ജനുഷാ സ്തുത്യതാ വർണ്ണനേന സ്ഫീതം ലീലാവതാരൈഃ ഇദമിഹ കുരുതാം ആയുരാരോഗ്യ സൗഖ്യം. വിശ്വനാഥനായിരിക്കുന്ന ഗുരുവായൂരപ്പ, അങ്ങയുടെ മഹാത്മ്യങ്ങളെ അറിയാതെ ഇവിടെ പറയപ്പെട്ടതെല്ലാം ക്ഷമിക്കണമേ. നാരായണീയം എന്നറിയപ്പെടുന്ന ഈ സ്തുതിശതകം, 1000-ൽ പരം ശ്ലോകങ്ങളുള്ള ഈ സ്തോത്രം ഏറ്റവും അധികം അങ്ങയുടെ പ്രീതിക്കായി ഭവിക്കണമേ. വേദങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചതിനാലും സ്തുതിക്കാനും വർണ്ണിക്കാനും യോഗ്യമായതുമായിരിക്കുന്ന അവതാരലീലകളാലും മഹത്വമേറിയതും ആയിരിക്കുന്ന ഈ നാരായണീയം എന്ന ഗ്രന്ഥം ആ നാരായണനെ സംബന്ധിച്ചത് എന്നും നാരായണൻ രചിച്ചത് എന്നും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി രചിച്ചത് എന്നും അർത്ഥമുള്ള ഈ സ്തോത്രം ഇവിടെ ആയുരാരോഗ്യ സൗഖ്യവും നൽകുമാറാകട്ടെ. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ആരോഗ്യവും ഇഹപര സൗഖ്യങ്ങളും ഉണ്ടാവുന്നതിനായിട്ട് ഭഗവാന്റെ അവതാരകഥകളും ലീലാകഥകളും നാമസങ്കീർത്തനവും മറ്റും വീണ്ടും വീണ്ടും വർണ്ണിച്ച് സ്തുതിക്കുന്നു. ആയുരാരോഗ്യ സൗഖ്യം എന്നത് ഒരു കലിയുഗ സംഖ്യയായിട്ട് എടുത്താൽ ആ കലിയുഗ ദിവസം 17-12-210, അതായത് മലയാള വർഷം 762 വൃശ്ചിക മാസം 28 എന്ന് മനസ്സിലാക്കാവുന്നതാണ്. നാരായണീയം എഴുതിത്തീർന്ന ദിവസം അന്നാണ്. അന്ന് കൃഷ്ണദ്വാദശിയും ഞായറാഴ്ചയും ചോതിയും ചേർന്ന നാളായിരുന്നു. ഈ വിവരം ശ്രീമൻ നാരായണീയം വനമാല പ്രസിദ്ധീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതനുസരിച്ച് എല്ലാ വൃശ്ചിക മാസവും 28-ാം തീയതി ഗുരുവായൂരിൽ നാരായണീയ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.